പീസ് ആൻഡ് ജോയ്. ഓർത്തോ നഗരത്തിൻ്റെ സമീപത്തുള്ള മരുപ്രദേശത്ത് നിന്നും അസീസിയിലേക്ക് ഫ്രാൻസിസും സഹോദരന്മാരും മടങ്ങിയെത്തി. അവർക്ക് വലിയ തീഷ്ണതയും ദൈവസ്നേഹവും അവരുടെ ഉള്ളിൽ ജ്വലിച്ചിരുന്നു. വീണ്ടും വീണ്ടും കുഷ്ഠരോഗികളുടെ അടുക്കിലേക്ക് പോയി അവരെ ശുശ്രൂഷിക്കുവാനും സുവിശേഷ വചനങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് നൽകുവാനും അങ്ങനെ അനേകരെ ദൈവസ്നേഹാഗ്നിയിൽ ജ്വലിപ്പിച്ചുകൊണ്ട് പാപ വഴികളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും ഫ്രാൻസിസിനും കൂട്ടാളികൾക്കും വലിയ ആഗ്രഹമായിരുന്നു. അവർക്ക് കുഷ്ഠരോഗികൾ താമസിച്ചിരുന്ന ലാസർ ഭവനത്തിനടുത്തായിട്ട് റിവോർട്ടോട്ടോയിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു കുടില് കണ്ടെത്തി. ഒരു ചെറിയ കുടില്. ഫ്രാൻസിസിന് വളരെ സന്തോഷമായി. പോർച്ചുഗലയിൽ നിന്ന് ലാസർ ഭവനത്തിലേക്ക് എത്തുന്നതിനെ കഴിഞ്ഞും എളുപ്പം ഈ പറയുന്ന റിവോർട്ടോട്ടോയിലെ കൊച്ചുകുടിലിൽ താമസിച്ചുകൊണ്ട് വരുന്നതാണെന്ന് ഫ്രാൻസിസിന് മനസ്സിലായി. തൻ്റെ ജീവിതവും താൻ ആഗ്രഹിക്കുന്ന ആത്മീയതയും ഏറ്റവും നിസ്സാരമായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഏറ്റവും നല്ലത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ നിസ്സാരമായ കുടിലിൽ ആ സഹോദരന്മാർ വലിയ ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിച്ചുകൊണ്ട് അവിടെ താമസിച്ചു. അവരെപ്പോഴും ദൈവസ്തുതികൾ ആലപിച്ചിരുന്നു. ഫ്രാൻസിസ് പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള സമയം അവരെന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിരിക്കണമെന്ന് പരസ്പരം ഉപദേശിച്ചിരുന്നു. കാരണം ജോലി എന്നത് കൂലി മേടിക്കാനുള്ള ഒരു വഴിയല്ല, മറിച്ച് ജോലി മടിയിൽ നിന്നും അലസതയിൽ നിന്നും നമ്മൾ വിട്ടുമാറാനുള്ള ഒരു നല്ല അവസരമായിട്ട് ഫ്രാൻസിസ് കണ്ടെത്തിയിരുന്നു. അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷിക്കുവിൻ എന്നൊക്കെയുള്ള ദൈവവചനങ്ങൾ ഫ്രാൻസിസിന് വലിയ പ്രചോദനമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സഹോദരന്മാരെ അധ്വാനിക്കാനായിട്ട് പ്രേരിപ്പിച്ചിരുന്നു. അധ്വാനിക്കുന്നത് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടല്ല, അധ്വാനിച്ചതിന് ശേഷം നിങ്ങൾ കരം നീട്ടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിട്ട് പോരുക, എന്നാൽ പണം ഒരിക്കലും സ്വീകരിക്കരുത് എന്ന് ഫ്രാൻസിസ് സഹോദരന്മാരെ ഉപദേശിച്ചിരുന്നു. ദീർഘമായ കഠിനമായ പ്രായശ്ചിത്ത പ്രവർത്തികളും പരിഹാര പ്രവർത്തികളും ഫ്രാൻസിസും സഹോദരന്മാരും അനുഷ്ഠിച്ചിരുന്നു. ചമ്മട്ടി അടിയേൽക്കുവാനും അതുപോലെ തന്നെ അവഹേളനങ്ങളും നിന്ദനങ്ങളും വലിയ അനുഗ്രഹങ്ങളായിട്ട് സ്വീകരിക്കാനും ഒക്കെ ഫ്രാൻസിസ് സഹോദരന്മാരെ ഓർമ്മിപ്പിച്ചിരുന്നു. വീണ്ടും നമ്മൾ റിവോർട്ടോട്ടോയിലെ ആ ഒരു ജീവിത കാലഘട്ടത്ത് അനേക സഹോദരങ്ങൾ ഫ്രാൻസിസിൻ്റെയും അനുയായികളുടെയും കൂടെ ചേരുകയാണ്. റുഫീനോ, മസയോ, ജൂനിപ്പർ തുടങ്ങിയ സഹോദരന്മാരൊക്കെ ചേർന്നത് ആ സമയത്താണ്. അതോടൊപ്പം തന്നെ മാർപ്പാപ്പായിൽ നിന്ന് അംഗീകാരം ലഭിച്ചതുകൊണ്ട് ആഞ്ചലോ സിൽവസ്റ്റർ എന്ന വൈദികനും ഫ്രാൻസിസിനൊപ്പം ചേരുവാൻ ഇടയായി. സിൽവസ്റ്റർ അച്ഛൻ ചേർന്നതോടുകൂടി അനേകർക്ക് അത് വലിയ പ്രചോദനമായിട്ട് മാറുകയാണ്. ഈ അവസരത്തിലാണ് ഫ്രാൻസിസിന് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരനെന്ന് നമ്മൾ കരുതുന്ന ലിയോ സഹോദരനും ഫ്രാൻസിസിനൊപ്പം ചേരുക. ഫ്രാൻസിസ് പിതാവ് എപ്പോഴും പ്രാർത്ഥിക്കുവാനും പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാനും പ്രാർത്ഥനയിലായിരിക്കുവാനും അതുപോലെ തന്നെ അധ്വാനത്തിലായിരിക്കാനും ഒക്കെ മാതൃകയായിരുന്നു. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് എപ്പോഴും ഒരു മരക്കമ്പ് എടുത്തുകൊണ്ട് 2 മരക്കമ്പുകൾ എടുത്ത് ഫിഡില് വായിക്കുന്ന പോലെ അല്ലെ വയലിൻ വായിക്കുന്ന പോലെ ഒരു മരക്കമ്പിന് മുകളിൽ മറ്റൊരു മരക്കമ്പ് വെച്ച് വളരെ ഭംഗിയായിട്ട് വയലിൻ വായിക്കുന്ന ആളെ പോലെ അത് ആ കമ്പുകൾ മുകളിലേക്കും താഴേക്കും ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ട് ദൈവസ്തുതി ഗീതങ്ങൾ ആലപിച്ചിരുന്നു. മണിക്കൂറുകളോളം 2 മരക്കമ്പുകൾ വെച്ച് ഇങ്ങനെ ഉരച്ചുകൊണ്ട് ഫ്രാൻസിസ് പാടി സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേകർ അദ്ദേഹത്തെ ഭ്രാന്തനെന്ന് കരുതി. എന്നാൽ ഫ്രാൻസിസ് ആ മരക്കമ്പിൻ്റെ ശബ്ദത്തിൽ പോലും അല്ലെങ്കിൽ ആ പരുക്കൻ ശബ്ദത്തിൽ പോലും കർത്താവിനെ സ്തുതിക്കുന്ന ആ മഹനീയമായ സ്വരം കേൾക്കുവാനായിട്ട് ഫ്രാൻസിസിന് സാധിച്ചിരുന്നു. ഏറ്റവും വിരൂപമായവയിൽ പോലും ഏറ്റവും മനോഹരമായ ദൈവസ്നേഹത്തിൻ്റെ ഇടപെടൽ കണ്ടെത്തുവാനായിട്ട് ഫ്രാൻസിസിന് സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ചില പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ അതിലേക്ക് നമ്മൾ അതൊരു വലിയ ശാപമായിട്ടും ദുരിതമായിട്ടും ദുരന്തമായിട്ടും കരുതുമ്പോൾ അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, വലിയൊരു സഹനമായിരിക്കും. എന്നാൽ നമ്മുടെ സഹനത്തിൻ്റെ ഏത് അവസ്ഥയിലും ദൈവത്തിൻ്റെ മുഖം കാണുവാനും ദൈവം എന്നോടൊപ്പം ഉണ്ടെന്നും ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലെന്നും ചിന്തിക്കുമ്പോൾ അത് വലിയ ഒരു ദൈവാനുഭവം തന്നെയായിട്ട് മാറുകയാണ്. സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് വിലപിച്ചുകൊണ്ട് അസിസിയുടെ തെരുവീതികളിലൂടെ നടന്ന അതേ തീഷ്ണതയിൽ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ മനോഹാരിതയും അതുപോലെ തന്നെ ദൈവവചനത്തിൻ്റെ ആഴങ്ങളുമൊക്കെ സംഗീതമായിട്ട് ആലപിച്ചുകൊണ്ട് ഫ്രാൻസിസ് അവർക്കിടയിൽ വസിച്ചിരുന്നു. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനെ ജീവിതത്തിൻ്റെ ഓരോ പ്രതലങ്ങളിലും അവൻ്റെ മുഖം ദർശിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.